ഹായ്, എല്ലാവർക്കും മോളീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാർബിൾ കേക്കാണ്. അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിത് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്, മൈദ എന്ന് പറയും. ഈ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 4 മുട്ട, ബേക്കിംഗ് പൗഡർ അത് ഒരു 1.5 ടീസ്പൂൺ മതി, വാനില എസൻസ് അത് 1 ടീസ്പൂൺ, ബട്ടർ ഒരു 12 ടേബിൾ സ്പൂൺ, അതായത് ഒരു 3/4 കപ്പ് വരും, ഉപ്പ് ഒരു പിഞ്ച്. ഞാൻ എടുത്തു വെക്കാൻ മറന്നുപോയത് ഷുഗറാണ്, അതൊരു 3/4 കപ്പ് മതിയാവും. ഓക്കെ, ഇതിലോട്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ബട്ടർ ഇടുക. ബട്ടർ ഇട്ടിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. റൂം ടെമ്പറേച്ചർ വേണം. ബട്ടർ, മുട്ട എല്ലാം തന്നെ റൂം ടെമ്പറേച്ചർ വേണം വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ഇതിലോട്ട് ഷുഗർ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇനി നമുക്ക് മുട്ട ഇടണം. മുട്ട ഇട്ടിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമേ മൈദയ്ക്കകത്തോട്ട് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.5 കപ്പ് ഫ്ലവറാണ് എടുത്തത് കാരണം. പിന്നെ അല്പം ഉപ്പ്, ഒരു പിഞ്ചുപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണേൽ ഇത് അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ കൊക്കോ പൗഡർ ഒരു ലേശം ചൂടുവെള്ളത്തിനകത്തിൽ ഒന്ന് അലിയിച്ചെടുക്കുകയാണ്. ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണേ. ഇനി ഈ മുട്ടയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂണാണേ, മറക്കല്ലേ. ഇതിൽ നമ്മൾ അതും കൂടെ മിക്സ് ചെയ്യണം. ഇനി നമ്മളിതിലോട്ട് ഒരു 2-3 തവണയായിട്ട് ഈ പൊടി കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം.
ഇനി നമ്മൾ സ്പാറ്റില കൊണ്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതുകൊണ്ട് ചെയ്യുന്നതാണ് സൗകര്യം. ഒരു ഭാഗത്തോട്ട് തന്നെ വേണം നമ്മൾ ഇളക്കാനേ. അപ്പോൾ ഇങ്ങോട്ട് ഇളക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇളക്കുക, തിരിച്ചു പോകരുത്. ഇനി ഇതിൻ്റെ ഒരു 1/3 ഭാഗം നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൊക്കോ പൗഡർ, ഇത് കൊക്കോ പൗഡർ ഞാൻ അലിയിച്ച് വെച്ചതാണ് ചൂടുവെള്ളത്തിനകത്ത്, അതുകൂടെ മിക്സ് ചെയ്യണം. ഈ സമയം നമുക്ക് ഓവൻ നമുക്ക് ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റ് നമുക്ക് 10 മിനിറ്റ് ചൂടാക്കി ഇടുക. അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള മിക്സ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ 1/3 ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊക്കോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അലിയിച്ച് വെച്ചിരിക്കുന്നതാണ്. ലേശം ചൂടുവെള്ളത്തിലാണ് ഞാൻ അലിയിച്ചത്, അത് ഇതിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യുക. അതിപ്പോൾ ട്രേ ഞാൻ ആദ്യമേ കുറച്ച് ബട്ടറൊക്കെ പുരട്ടിയിട്ട് കുറച്ച് മൈദ അതിനകത്തിട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബേസായിട്ട് നമുക്ക് വാനില ഇടാം. ഇതൊരു 9 ഇഞ്ചാണ് ട്രേ. അപ്പം നമുക്കത് നന്നായിട്ട് നിരത്തി വെക്കാം. അടുത്തത് നമ്മൾ കൊക്കോ മിക്സ് ചെയ്തത് അതിൻ്റെ മുകളിലായിട്ട് എന്നിട്ടത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇനിയും നമ്മൾ ഇതിന് മുകളിൽ വീണ്ടും ആ വാനില ബാക്കിയുള്ളതൂടെ ചേർക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ അതൊന്ന് എല്ലാ കേക്കിന് ചെയ്യുന്ന പോലെ സാധാരണ നല്ലതായിട്ടൊന്ന് കൊട്ടിയിട്ട് ഇതിന് പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനുള്ള ഇങ്ങനെ ഒന്നിലൊരു ചെറിയ നൈഫ് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊരു 45 മുതൽ 50 മിനിറ്റ് വരെ. അതിനിപ്പുറം നമ്മൾ 45 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നോക്കണം ശരിയായിട്ടുണ്ടോ, എന്നില്ലെങ്കിൽ ലേശം കൂടെ വെക്കുക. ഓക്കെ. .
ഇതിപ്പോൾ 40 മിനിറ്റ്സ് ആയി ബേക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈർക്കിലും കൊണ്ട് കുത്തി നോക്കിയപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റും കൂടി ഇരുന്നിട്ട് ആ ചൂട് ചെറുതായിട്ട് പോയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഒരു ലേയർഡ് കേക്ക് പോലാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇത് കുറച്ച് ഇതിപ്പോൾ കൊക്കോയുടെയൊക്കെ അളവ് എനിക്ക് തോന്നുന്നു പാകമാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ചിലർക്ക് ഇത് കൂടുതൽ വേണം, ചിലർക്ക് കുറവ് മതി. വാനില ആയിരിക്കും കൂടുതൽ വേണ്ടിയത്. അപ്പം നമ്മളിത് ഇങ്ങനെ വെക്കാതെ വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തൊക്കെ ഒഴിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു മാർബിളിൻ്റെ ഒരു ഷേപ്പിൽ അത് കിട്ടുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം എന്തോ ആ രീതി ചെയ്യുക. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് ലുക്സ് എങ്ങനെ ഇരിക്കും വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കാം. വളരെ രുചികരമായിട്ട് ഒരു കേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർ ചെയ്യാൻ മറക്കരുത്. Okay, thank you.